നമസ്കാരം, മെഡിക്കൽ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമ്മൾ ഈ കുട്ടികൾ സാധാരണയായി മുതിർന്നവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെവിവേദന കൂടുതലായിട്ട് കാണുന്നുണ്ട്. എന്തായിരിക്കും ഇതിനുള്ളൊരു കാരണം? മുതിർന്നവരുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുട്ടികളിലാണ് സാധാരണയായിട്ട് ചെവിവേദന കൂടുതലായിട്ട് കാണുന്നത്. അപ്പം അതിനെപ്പറ്റി അറിയണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നമ്മളുടെ മൂക്കും ചെവിയും തമ്മിൽ ഒരു കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബുണ്ട്. ഇതിനെ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്നു. യൂസ്റ്റേഷ്യൻ ട്യൂബ്. അപ്പം ഇത് നമ്മുടെ മുതിർന്നവരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിന് അല്പം നീളം കൂടുതലായിരിക്കും, ചെറിയൊരു കർവേച്ചറും ഉണ്ട്. അത് ചെറിയ ഒരു സ്ട്രെയിറ്റ് ട്യൂബല്ല. പക്ഷേ കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇത് നീളം കുറവായിരിക്കും. അതുകൂടാതെ തന്നെ ഇത് ഒരു ഹോറിസോണ്ടൽ ട്യൂബ് പോലെയാണ്, അതായത് ഒരു ഡയറക്റ്റ് കണക്ഷൻ പോലെയാണ്. അപ്പോൾ ഈ ചെവിവേദനയായിട്ട് വരുന്ന കുട്ടികളുടെ കാര്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ഇതിന് മുന്നോടിയായിട്ട് ഒരു പനിയോ ജലദോഷമോ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പനിയോ ജലദോഷമോ ഇവർക്ക് വരുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഈ മൂക്കിൽ നിന്ന് ചെവിയിലേക്ക് പടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പനി, ജലദോഷം, അലർജി, അതുപോലെ തന്നെ കുട്ടികൾക്ക് കാണുന്ന മറ്റൊരു ദശയാണ് അഡിനോയിഡ്. ഈ അഡിനോയിഡിനുണ്ടാകുന്ന ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഇതെല്ലാം പെട്ടെന്ന് ഈ ട്യൂബ് വഴി ചെവിയിലേക്ക് പടരുന്നു. അപ്പോൾ ഇതാണ് കുട്ടികൾക്ക് മുതിർന്നവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെവിവേദന കൂടാനുള്ള ഒരു റീസൺ. ഈ അഡിനോയിഡിനെ കുറിച്ച് കൂടുതലായിട്ടൊന്ന് പറഞ്ഞുതരാമോ? അതെന്താണ് ശരിക്കും, അതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? അത് സർജറി കൊണ്ട് മാത്രമാണോ ക്യൂർ ആവുന്നത്, അതോ അല്ലാത്ത മെഡിക്കേഷൻസ് കൊണ്ട് ക്യൂർ ആവോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ? കുട്ടികളിൽ കാണുന്ന ഒരു ദശയാണ് ഈ അഡിനോയിഡ് എന്ന് പറയുന്നത്. അപ്പം ഇത് പൊതുവേ ഒരു രണ്ട് വയസ്സ് മുതൽ ഇത് വലുതാവുന്നു. ഒരു 8 വയസ്സ് വരെ ഇത് ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം ഒരു 12-14 വയസ്സാകുമ്പോൾ ഇത് സാധാരണയായിട്ട് ചുരുങ്ങി പോകാറുണ്ട്. അപ്പോൾ ഇതൊരു ലിംഫോയിഡ് ടിഷ്യൂ ആണ്, അതായത് നമ്മളുടെ ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കുവഹിക്കുന്ന ഒരു ടിഷ്യൂ ആണ് ഈ അഡിനോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ മൂക്കിൻ്റെ പുറവശത്തായി നേസോഫാരിങ്സ് എന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ചില കുട്ടികൾ നോർമലി നമുക്കുള്ളതാണ് എല്ലാവർക്കും ഉള്ളതാണ് ഈ അഡിനോയിഡ്, എല്ലാ കുട്ടികൾക്കും ഉള്ളതാണ്. നോർമലി 12 to 14 ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് അത് റിഗ്രസ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ ചില കുട്ടികളിൽ ഇത് ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നു. അതായത് റെക്കറൻറ്റ് ഇൻഫെക്ഷൻ, പനി, ജലദോഷം അങ്ങനെ വരുന്ന കുട്ടികളിൽ ചില വൈറൽ ഇൻഫെക്ഷൻ കാരണം ആക്ച്വലി റെക്കറന്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് കൊണ്ടാണ് ഇത് ബൾജ് ആവണത്. അത് മാത്രമല്ല, അല്ലാണ്ട് ഇത് ഒരു റൂട്ട് കോസ് ആണോ? എപ്പോഴും അലർജി അല്ലെങ്കിൽ ഒരു രാത്രിയിലൊക്കെ കൂടുതൽ ജലദോഷം, മൂക്കടപ്പ് അങ്ങനെയൊക്കെ വരുന്നത് ഇത് ബൾജ് ചെയ്തതുകൊണ്ടാണോ, അതോ ഈ പനി അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിന്റെ കാരണമായിട്ടാണോ ഇത് ബൾജ് ചെയ്യണത്? അതെ, അതാ പറഞ്ഞത്, ഇത് രണ്ടും ഒരു ഇന്റർലിങ്ക്ഡ് ആണ്. ആക്ച്വലി അലർജി കാരണവും ഇത് വലുതാറുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൽ നിന്നുണ്ടാകുന്ന അഡിനോയിഡൈറ്റിസ്, ഇതിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കാരണം കുട്ടികൾക്ക് പനിയും ജലദോഷവും വരാറുണ്ട്, സൈനസിറ്റും വരാറുണ്ട്. അപ്പം ഇത് ഒരു ഇന്റർലിങ്ക്ഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ചില കുട്ടികൾ, ഇങ്ങനെയുള്ള കുട്ടികളിൽ ഇത് ക്രമാതീതമായിട്ട് വലുതാവുന്നു. അപ്പം വലുതാവുമ്പോൾ ഈ ശ്വാസം പോകുന്നിടത്ത് ഒരു തടസ്സം ഉണ്ടാവും. അപ്പോൾ ഈ തടസ്സം ഈ രാത്രി കൂടുതലും ശ്വാസം മുട്ട് അനുഭവപ്പെടുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ കുട്ടികൾ പൊതുവെ മുട്ടിൽ കൂടി ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതിൻ്റെ ഫലമായിട്ട് വാ തുറന്ന് ശ്വാസം വിടുന്നു. അപ്പോൾ വാ തുറന്ന് ശ്വാസം, കൂർക്കം വലി ഉണ്ടാകുന്നു. വാ തുറന്ന് ശ്വാസം വിടുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഫേഷ്യൽ അപ്പിയറൻസ് തന്നെ വ്യത്യാസമാകും. കുട്ടികളിലെ കൂർക്കം വലിയുള്ള എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ അഡിനോയിഡിന്റെ ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ടോ? നിർബന്ധമില്ല. കൂർക്കമ്പലി ഉണ്ടാകാനുള്ള ഒരു കാര്യമാണ് ഈ അഡിനോയിഡ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ പാലത്തിൻ്റെ വളവ് ചില കുട്ടികൾക്ക് കാണാം. അതുകൂടാതെ തന്നെ വേറെ ടർബിനേറ്റ്സ് പറയുന്ന സാധാരണ കാണുന്ന ദശയുണ്ട്. അപ്പോൾ അലർജി ഉള്ളവരിൽ ഈ പറഞ്ഞ ഈ ടർബിനേറ്റ്സ് ഒക്കെ വലുതായിട്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് കൂർക്കമ്പലി. പക്ഷേ കുട്ടികളിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു റീസൺ ഈ അഡിനോയിഡ്. അതിനെ തന്നെ നമ്മൾ ഈ അഡിനോയിഡ് റൂൾ ഔട്ട് ചെയ്യേണ്ടതുണ്ട്. അഡിനോയിഡിൻ്റെ വളർച്ച റൂൾ ഔട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് വലുതാവുന്നതുകൂടി ഈ വായിക്കൂടി ശ്വാസം വിടുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവരുടെ ഫേഷ്യൽ അപ്പിയറൻസ് ചേഞ്ച് ആവുന്നു. ഇതിനെ തന്നെ അഡിനോയിഡ് ഫേഷ്യസ് എന്നാണ് പറയുന്നത്. നമുക്ക് തന്നെ മനസ്സിലാവും, അവരുടെ പല്ലുകളൊക്കെ ഉന്തിയിരിക്കും, താടിയിലുണ്ടാകുന്ന വ്യത്യാസം, ആകെ ഒരു ഡൾ ലുക്ക്. അഡിനോയിഡ് വരുമ്പോൾ നമ്മുടെ ഈ ത്രോട്ടിന്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ബൾജിങ് പോലെയാണോ അതിന്റെ ഒരു സിംറ്റം ആയിട്ട് വരുന്നത്, അതോ അങ്ങനെ ബൾജിങ് ഒന്നും പുറത്തേക്ക് വരാത്ത അഡിനോയിഡ്സും ഉണ്ടോ? അഡിനോയിഡ് കാരണമല്ല സാറിന് ബൾജിങ് വരുന്നത്. അതെന്ന് പറഞ്ഞാൽ ഈ ലിംഫ് നോഡാണ്. ലിംഫ് നോഡ് എന്ന് പറയും. നമ്മൾ കഴുത്തിൻ്റെ 2 വശത്തുമായിട്ട് ലിംഫ് നോഡ്സ് ഉണ്ട്. അത് ടോൺസിലിൽ നിന്നുണ്ടാകുന്ന ഇൻഫെക്ഷൻ, ടോൺസിലൈറ്റിസ് കാരണം അത് വരാറുണ്ട്. മറ്റ് പനി, ജലദോഷം അങ്ങനെയുള്ള ഇത് കാരണം വരാറുണ്ട്, അങ്ങനെ ബൾജ് ചെയ്യാറുണ്ട്. അപ്പോൾ അഡിനോയിഡ് കാരണം മെയിനായിട്ട് ഇപ്പം പ്രധാനമായിട്ടുള്ള സിംറ്റം എന്ന് പറഞ്ഞാൽ കൂർക്കം വലി, വാതുറന്ന് ശ്വാസം വിടൽ, മുഖത്തുണ്ടാകുന്ന വ്യത്യാസം. പലപ്പോഴും പല ഡെൻ്റൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴായിരിക്കും അവരായിരിക്കും റെഫർ ചെയ്യുന്നത് ഇത് റൂൾ ഔട്ട് ചെയ്യാൻ. പല്ല് ഉന്തിയിരിക്കുന്നത് ശരിയാക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അഡിനോയിഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അവർ നമ്മുടെ അടുത്ത് വരും. ഇനി ഇതുകൂടെ ഉണ്ടാകുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് കേൾവിക്ക് കുറവ് വരാം. അതായത് പലപ്പോഴും മാതാപിതാക്കൾ ഇത് ശ്രദ്ധിക്കാറില്ല. പക്ഷേ നമ്മൾ എടുത്ത് ചോദിക്കുമ്പോൾ കുട്ടി TV, മൊബൈൽ ലൗഡ് സൗണ്ടിലാണോ കേൾക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ശബ്ദക്കുറവ് വല്ലതും തോന്നിയിട്ടുണ്ടോ, അങ്ങനെ ആയിരിക്കും ചോദിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ പറയുന്നത്. അപ്പോൾ അഡിനോയിഡ് ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ യൂസ്റ്റേഷ്യൻ ട്യൂബ് ഉണ്ട്. അപ്പോൾ ഈ യൂസ്റ്റേഷ്യൻ ട്യൂബിന് ഈ അഡിനോയിഡ് കാരണം ബ്ലോക്കോ
അതായത് അതിൽ നിന്നുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ യൂസ്റ്റേഷൻ ട്യൂബിലോട്ട് സ്പ്രെഡ് ആകുമ്പോൾ അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങിനെ ബാധിക്കുന്നു. അപ്പം ബാധിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മളുടെ ഇയറിൻ്റെ അകത്തോട്ട് ഫ്ലൂയിഡ് കെട്ടിക്കിടക്കാൻ ഇടയാവും. അപ്പോൾ അത് കാരണം കുട്ടികൾക്ക് കേൾവിയെ ചെറുതായിട്ട് ഇത് ബാധിച്ചു തുടങ്ങും. അപ്പോൾ ചില കുട്ടികൾക്ക് സൗണ്ട് കേൾക്കാറില്ല, അവർ പഠനത്തിൽ പുറകോട്ടാവുന്നു, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് അഡിനോയിഡ് കാരണം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഇത് നമ്മൾ ഈ മെഡിസിൻസ് എടുക്കുന്നത് കൊണ്ട് അഡിനോയിഡ് മാറിപ്പോവോ അതോ സർജറി തന്നെയാണോ ഇത് ടോട്ടലി ക്യൂർ ആവാനുള്ള ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? ആക്ച്വലി ഇത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, നമ്മൾ അഡിനോയിഡിൻ്റെ സിംറ്റംസ് ആയിട്ട് ഒരു കുട്ടി വരുമ്പോൾ നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ ഒന്നുകിൽ കൊച്ചുകുട്ടികളാണെങ്കിൽ നമ്മൾ എക്സ്റേ എടുത്ത് സൈസ് നമ്മൾ നോക്കും. വലിയവരാണെങ്കിൽ എൻഡോസ്കോപ്പി, നേസൽ എൻഡോസ്കോപ്പി ഉണ്ട്, അത് വെച്ച് സൈസ് നോക്കും. അപ്പം ഇതിൽ ഒരു 80% കൂടുതലുള്ളതാണെങ്കിൽ പ്രിഫറബിളി സർജറിയാണ്. 80% കൂടുതൽ തടസ്സമുണ്ട്, എയർവേക്ക് തടസ്സമുണ്ടെങ്കിൽ പ്രിഫറബിളി സർജറിയാണ് ബെസ്റ്റ് ഓപ്ഷൻ. അല്ല, അതിൽ കുറവാണ്, ഒരു ബോർഡർ ലൈനെ ഉള്ളെങ്കിൽ നമുക്ക് സ്റ്റിറോയിഡ് നേസൽ സ്പ്രേസ് ഉണ്ട്, അത് കുറച്ച് കാലം നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ചിലർക്ക് ഇതിൽ തന്നെ ഇത് മാറാറുണ്ട്. നേസൽ സ്പ്രേ കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോൾ അത് ചുരുങ്ങി പോകുന്നു, അപ്പം സിംറ്റം എല്ലാം ഇമ്പ്രൂവ് ആവുന്നു. പിന്നെ നിർത്തി നോക്കുമ്പോഴേ അവർക്ക് ചിലപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് വരാറുണ്ട്. പക്ഷേ ഒരു മാറ്റം, അപ്പം അതെ, ചിലവർക്ക് റെസിസ്റ്റൻ്റ് കേസുകളുണ്ട്. അതെ, റെസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്നവർക്ക് നമ്മൾ എന്തായാലും സർജറി പ്രിഫർ ചെയ്യും. അതുകൂടാതെ തന്നെ 80-90% ഒബ്സ്ട്രക്ഷൻ ഉള്ളവരെല്ലാം നമ്മൾ പ്രിഫർ ചെയ്യും. പിന്നെ ചെവിയൊക്കെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ചെവിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് വരികയാണെങ്കിൽ നമ്മൾ പ്രിഫറബിളി സർജറിയാണ് ഏറ്റവും പ്രിഫറബിൾ ആയിട്ട്. സർജറി ചെയ്യുന്നത് കീഹോൾ ആണോ, ലാപ്രോസ്കോപ്പി ആണോ, അതോ ഓപ്പൺ ആയിട്ടാണോ? അല്ല, സർജറി നമ്മൾ എൻഡോസ്കോപ്പിക്കൽ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ ഇവിടെ തന്നെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള കോബ്ലേഷൻ മെത്തേഡിലാണ് ചെയ്യുന്നത്. പെയിൻലെസ് ആണ്, ബ്ലീഡിങ് ഇല്ല, ബ്ലഡ്ലെസ് ആണ്. നെക്സ്റ്റ് ഡേ തന്നെ കുട്ടിയെ വീട്ടിലേക്ക് വിടുന്നതാണ്. അപ്പോൾ അതുവഴി നമുക്ക് മോഡേൺ മെത്തേഡ് വഴി നമ്മൾ വായുടെ അകത്തൂടെ അല്ലെങ്കിൽ മൂക്കിൻ്റെ അകത്തൂടെ എൻഡോസ്കോപ്പി ഉപയോഗിച്ച് അത് വിഷ്വലൈസ് ചെയ്തതിന് ശേഷം നമ്മളിത് കരിച്ച് കളയുകയോ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അതാണ് അഡിനോയിഡക്ടമി എന്ന സർജറി. സർ, അതുപോലെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ് സൈനസൈറ്റിസ്. ഇത് വരാനുള്ള കാരണം എന്താണ്? ഇതിൻ്റെ സിംറ്റംസ് എന്താണ്? ഇതെങ്ങനെ ക്യൂർ ചെയ്യാൻ പറ്റും? ഇത് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാമോ? സൈനസ് എന്ന് പറഞ്ഞാൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മളുടെ തലയോട്ടി അഥവാ സ്കൾ ബോണിൽ കുറച്ച് എയർ പോക്കറ്റ്സ് ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് എയർ പോക്കറ്റ്സ് ഉണ്ട്. ഇതിനെയാണ് സൈനസ് എന്ന് പറയുന്നത്. ഇതിപ്പം മാക്സിലറി സൈനസ്, എത്മോയിഡ് സൈനസ്, ഫ്രോണ്ടൽ സൈനസ്, അങ്ങനെ സ്ഫിനോയിഡ് സൈനസ്, ഇങ്ങനെയുള്ള പല എയർ പോക്കറ്റ്സുകളുണ്ട്. അപ്പം ഇതിലുണ്ടാകുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, നീര് വരുന്നയോ അങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പം ഇത് നോർമലി ഈ സൈനസിൽ നിന്നുണ്ടാകുന്ന സെക്രീഷൻസ് നമ്മളുടെ മൂക്കിലേക്ക് ഡ്രെയിൻ ചെയ്താണ് പോകുന്നത്. മൂക്കിലേക്ക് പോവുകയും അതുവഴി നമ്മുടെ ഉള്ളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഏതെങ്കിലും ഒരു അവസ്ഥയിൽ, അതായത് ഒരു ഇൻഫെക്ഷനോ ഇതോ വരുമ്പോൾ ഈ ഡ്രെയിനേജിനൊരു തടസ്സം ഉണ്ടാകുന്നു. അത് കാരണം ഇതെല്ലാം കെട്ടിക്കിടക്കുന്നു. അപ്പോൾ അപ്പോഴാണ് ഈ ബാക്കിയുള്ള സിംറ്റംസ് എല്ലാം വരുന്നത്. അപ്പം സൈനസൈറ്റിസിന് തന്നെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് അക്യൂട്ട്, അതായത് പെട്ടെന്നുണ്ടാകുന്ന സൈനസൈറ്റിസ്. അപ്പം പെട്ടെന്നുണ്ടാകുന്ന ഈ അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും സാധാരണ കാണുന്ന ജലദോഷം, പനി, അങ്ങനെയുള്ള അവസ്ഥകളിലാണ് വരുന്നത്. ഒരു മൂക്കടപ്പോ ജലദോഷം വരുമ്പോൾ മൂക്കിൻ്റെ അകത്ത് നീര് വരുന്നു, സെക്രീഷൻസ് എല്ലാം കെട്ടിക്കിടക്കുന്നു, അങ്ങനെ ബ്ലോക്ക് ആവുന്നു. അപ്പോഴും സൈനസൈറ്റിസ്, തലവേദനയൊക്കെ വരാറുണ്ട്. ഇനി ചില ആളുകൾ നിരന്തരമായ റെക്കറൻ്റ് എപ്പിസോഡ്സ് വരാറുണ്ട്. ഇതിനെയാണ് ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈനസൈറ്റിസിന് ഇത് കൂടാതെ തന്നെ ഇൻഫെക്ഷൻ കൂടാതെ തന്നെ ബാക്കിയുള്ള ചില അനാറ്റമിക്കലായിട്ടുള്ള, അതായത് മൂക്കിൻ്റെ അകത്ത് സ്ട്രക്ചറിനുള്ള വേരിയേഷൻ കാരണം സൈനസൈറ്റിസ് വരാറുണ്ട്. അതായത് മൂക്കിൻ്റെ പാലത്തിന് ചിലവർക്ക് നല്ല വളവ് കാണും. അപ്പോൾ ഉള്ളിലായിട്ട് ആ സൈനസ് ഡ്രെയിൻ ചെയ്യുന്ന ഒരു തടസ്സം വരുമ്പോൾ അവിടെ എല്ലാം ഈ സൈനസിൻ്റെ ഔട്ട്ഫ്ലോ തടയുന്നു. അപ്പോൾ അവിടെ തന്നെ സൈനസൈറ്റിസ് വരാൻ ഇടയുണ്ട്. പിന്നെ വേറെ പല ദശകൾ, മൂക്കിൻ്റെ അകത്ത് ചില ദശ വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തടസ്സം ഉണ്ടാകുമ്പോൾ സൈനസൈറ്റിസ് വരാറുണ്ട്. അപ്പം അക്യൂട്ട് സൈനസൈറ്റിസ് നമുക്ക് മെഡിക്കലി മാനേജബിൾ ആണ്. അതായത് പെട്ടെന്നുണ്ടാകുന്നത് കാരണം ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ, അണുബാധ ഉണ്ടാകുമ്പോഴാണ് വരുന്നത്. അപ്പോൾ അതിന് ട്രീറ്റ് ചെയ്ത് അത് കഴിയുമ്പോഴത്തേക്കും അക്യൂട്ട് സൈനസൈറ്റിസ് മാറും. പക്ഷേ നിരന്തരമായി സൈനസൈറ്റിസ് വരുമ്പോൾ, അതായത് റെക്കറൻ്റ് ആയിട്ട് സൈനസൈറ്റിസ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ കാരണം അന്വേഷിക്കേണ്ടതുണ്ട്, ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ചില ആൾ പ്രധാനമായിട്ട് അപ്പോൾ സിംപ്റ്റം എന്ന് പറഞ്ഞാൽ ചില ആൾക്ക് തലയ്ക്ക് നല്ല ഭാരം പോലൊക്കെ തോന്നും. ഇതെല്ലാം കഫമെല്ലാം കെട്ടിക്കിടന്ന് ബ്ലോക്ക് ആണ്, നല്ല വെയിറ്റ് പോലെ തോന്നും. തലവേദന. ഈ തണുത്ത കാലാവസ്ഥയിൽ സൈനസൈറ്റിസ് കൂടുന്നു പറയുന്നത് ശരി? തണുത്ത കാലാവസ്ഥയിൽ പൊതുവെ ചിലവർക്ക് ഈ പറഞ്ഞ പോലെ മൂക്കിൻ്റെ അകത്ത് തടസ്സം കൂടാം, ആ ബ്ലോക്ക് വരാം. ബ്ലോക്ക് വരുമ്പോഴത്തേക്ക് ഈ ബ്ലോക്കിന് എന്തെങ്കിലും ഒരു തടസ്സം വരുവാണെങ്കിൽ, ഈ സൈനസിൻ്റെ പാത്വേയിൽ എന്തെങ്കിലും ബ്ലോക്ക് വരുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സൈനസൈറ്റിസ് വരാം. അതേപോലെ അലർജിക് സൈനസൈറ്റിസ്, അലർജിക് സെക്രീഷൻസ്, അലർജി ഉള്ളവരിൽ ഈ ഇതെല്ലാം കെട്ടിക്കിടന്ന് സൈനസൈറ്റിസ് വരാം. അപ്പം ഇങ്ങനെ ഇത് കൂടാതെ തന്നെ ഈ പാളത്തിൻ്റെ ഇപ്പം ക്രോണിക് സൈനസൈറ്റിസിനെ പറയുകയാണെങ്കിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്ത് കാര്യം കൊണ്ടാണ് വരുന്നത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഇങ്ങനെ പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ എല്ലാം എക്സാമിൻ ചെയ്തതിന് ശേഷം നമ്മൾ എൻഡോസ്കോപ്പിക് എക്സാമിനേഷൻ ചെയ്യും.
മൂക്കിൻ്റെ അകമൊക്കെ നമ്മൾ ഒരു എന്തെങ്കിലും അനാറ്റമിക്കൽ ഡീഫോമിറ്റി ഉണ്ടോ, വ്യത്യാസങ്ങൾ വല്ലതും ഉണ്ടോ. വളവ്. അതുപോലെ തന്നെ റെക്കമിൻ്റെ സൈനസൈറ്റിസ് വരും. ക്രോണിക് സൈനസൈറ്റിസിൻ്റെ മറ്റൊരു പാർട്ടാണ് ദശ, മൂക്കിലുള്ള നേസൽ പോളിപ്പ് എന്ന് പറയും. നിരന്തരമായി സൈനസൈറ്റിസ് വന്ന് അവിടെ ചേഞ്ചസ് വരുന്നു, അതിനാണ് മൂക്കിൽ ദശയെന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ വരുന്നവർക്കാണെങ്കിൽ മണമൊക്കെ അറിയാൻ പറ്റത്തില്ല, മൂക്കിൻ്റെ അകത്ത് നല്ല ശ്വാസതടസ്സം വരും. ഈ ദശയെല്ലാം വന്ന് മൂക്ക് അടഞ്ഞിരിക്കും, മൂക്കിൽ കൂടെ ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല. മൂക്കിൻ്റെ ഫേസ് തന്നെ ശ്വാസം മുട്ട് പോലെ വരും. മൂക്കിൻ്റെ ഫേസ് തന്നെ, മൂക്കിൻ്റെ ഷേപ്പ് തന്നെ വലുതാവും, വ്യത്യാസം വരും. അപ്പം ഇതൊക്കെയാണ് ക്രോണിക് സൈനസൈറ്റിസിൻ്റെ ഫീച്ചേഴ്സ്. പിന്നെ ചിലവർക്ക് ഫംഗൽ സൈനസൈറ്റിസ് വരും. അതായത് പ്രത്യേകിച്ച് ഡയബറ്റിക്സ്, അങ്ങനെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരും സൈനസിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിനെ ഫംഗൽ സൈനസൈറ്റിസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ എൻഡോസ്കോപ്പിക്ക് ശേഷം നമ്മൾ ഇങ്ങനെയുള്ള ആളുകൾ നമ്മളൊരു CT ചെയ്യുന്നു, CTയിലും കൂടെ ഇവാലുവേഷൻ ചെയ്യും. അപ്പോൾ ഇതിൽ കൂടെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് എന്താണ് ഇതിൻ്റെ നെക്സ്റ്റ് മാനേജ്മെൻറ്റ് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ മെഡിക്കലി മിനിമൽ സൈനസൈറ്റിസ് ആണെങ്കിൽ അത് മെഡിക്കലി തന്നെ മാനേജ്മെൻറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് പറഞ്ഞ പോലെയുള്ള സൈനസ് ഫുൾ ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥയുണ്ട്, ദശ വരുന്ന അവസ്ഥയുണ്ട്, അതുപോലെ ഫംഗൽ സൈനസൈറ്റിസ്, ഇങ്ങനെയുള്ള അവസ്ഥകളെ നമുക്ക് സർജിക്കൽ മാനേജ്മെൻറ്റും ചെയ്യേണ്ടി വരും. അതിനെ ഫോളോ അപ്പ് ചെയ്ത് സർജിക്കൽ മാനേജ്മെൻറ്റ് മാത്രം പോരാ, പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും കൂടെ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാം എൻഡോസ്കോപ്പിക് സൈനസ് സർജറി വഴിയാണ്. സൈനസിൻ്റെ ഉള്ളിലൂടെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഈ അധിക പെയിൻ ഒന്നും ഉണ്ടാവില്ല, പിന്നെ അത് സർവൈവ് ആവാൻ പെട്ടെന്ന്. അതെ, നമ്മൾ സർജറി ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. പെയിൻ ഉണ്ടാവില്ല. നമ്മൾ ചില മൂവ്മെൻറ്റിനൊക്കെ ചില അധികം സ്ട്രെയിൻ കൊടുക്കില്ലെന്നുള്ള ഇതേ പറയത്തുള്ളൂ. പക്ഷേ അതിന് പ്രത്യേക അഡ്വൈസും അതെല്ലാം കൊടുക്കാറുണ്ട്. നമ്മൾ നേസൽ വാഷൊക്കെ ചെയ്യാറുണ്ട്. റിമൂവ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? മീൻസ് ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് എന്തെങ്കിലും? ഇല്ല, പൊതുവേ അങ്ങനെ പറയാറ് അല്ല. നമ്മളിപ്പോൾ സൈനസ് സർജറി എന്ന് പറഞ്ഞാൽ മിനിമൽ മ്യൂക്കോസൽ ഡാമേജ് ഉള്ള സർജറിയാണ്. അതായത് ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി എന്നാണ് നമ്മൾ പറയുന്നത്, FES എന്ന് പറഞ്ഞത്. അതായത് മൂക്കിൻ്റെ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്ത് പത്തോളജിക്കൽ പാർട്ട് മാത്രം ക്ലിയർ ചെയ്യും. അതാണ് നമ്മൾ സൈനസ് സർജറി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സൈനസിൻ്റെ ആ തടസ്സം എന്താണോ കാരണമാകുന്നത് അത് നമ്മൾ ക്ലിയർ ചെയ്യുക, ആ സൈനസ് എല്ലാം ക്ലിയർ ചെയ്യുക. മൂക്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇങ്ങനെ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇത് വരാനുള്ള ചാൻസ് ഉണ്ടോ? അതെ, ആക്ച്വലി ഈ സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മളുടെ ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. അതായത് ഒരു ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. പലരും ചെയ്യുന്ന അബദ്ധം എന്ന് പറഞ്ഞാൽ ദശയുടെ സർജറി, പോളിപ്പിൻ്റെ സർജറിക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള യഥാർത്ഥത്തിൽ നമ്മൾ സൈനസിൻ്റെ സർജറി സൈനസിൻ്റെ സർജറി ചെയ്യുന്നത് തന്നെ നമ്മൾ സൈനസിൻ്റെ ഈ ഓപ്പണിംഗ് എല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത് തന്നെ ഈ ഭാവിയിലേക്കുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉള്ളിൽ എത്താൻ വേണ്ടിയാണ്. ഇതിനുശേഷം നമ്മൾ ചെന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റിറോയിഡ് സ്പ്രേയും വാഷും ഇതൊക്കെ ഉണ്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി. അത് ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ആക്ച്വലി സർജറി ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇതിനുശേഷം ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് അഡ്വൈസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ചെയ്യാത്തവരിലാണ് സാധാരണ രീതിയിൽ പിന്നീട് വരാറുള്ളത്. പിന്നെ ചില ആളുകളിൽ അലർജിക് ഫംഗൽ റൈനോസൈനസൈറ്റിസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ റെക്കർ ചെയ്യാനുള്ള ചാൻസുകൾ കൂടുതലുണ്ട്, പൊതുവേ തന്നെ കൂടുതലാണ്. കാരണം അതൊരു അലർജിക് റീസൺ കൂടെ ഉണ്ട്. അതിന് നല്ല അലർജി ഉള്ളവരാണ് ഇത്തരം കണ്ടീഷൻ കാണുക. അങ്ങനെയുള്ളവരിൽ ഒരു പോസിബിലിറ്റി ഉണ്ട് പിന്നെയും റെക്കർ ചെയ്യാനുള്ളത്. അതുപോലെ നമ്മുടെ ഇയർ വാക്സ് റിമൂവ് ചെയ്യുന്നത്, ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ബഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇയർ വാക്സ് റിമൂവ് ചെയ്യുന്നത്. ശരിക്കും അതാണോ പ്രോപ്പറായിട്ടുള്ള വേ? അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? പിന്നെ എങ്ങനെയാണ് ശരിക്കും പ്രോപ്പറായിട്ട് ഈ ഇയർ വാക്സ് റിമൂവ് ചെയ്യാൻ പറ്റണത്? ശരിക്കും പറഞ്ഞാൽ ബഡ്സ് എന്ന സാധനം യൂസ് ചെയ്യാനേ പാടില്ല. അതാണ് ശരിക്കുള്ള വസ്തുത. ആക്ച്വലി എല്ലാവർക്കും ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളുടെ ചെവിയും, മുൻപ് ഞാൻ യൂസ്റ്റേഷൻ ട്യൂബ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെവിയുടെ ഈ പാസേജ്, ഇതിന് എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ എന്ന് പറയും, ഈ കാണുന്ന പാസേജ്. അപ്പോൾ അതും ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഉള്ളിലോട്ട് പോകുന്നത്. അതിനും ചെറിയൊരു കർവേച്ചറുണ്ട്. അപ്പം നമ്മൾ ഇതൊന്നും അറിയാതെ ഒരാൾ ബഡ്സ് ഇടുമ്പോൾ ആദ്യമേ പോയി മുട്ടുന്നത് ഇവിടെ തന്നെയാണ്. അവിടെ ചെന്ന് ഇഞ്ചുറി ഉണ്ടാവും. അതിലും പിന്നെ മുട്ടും ചിലർ അതും കഴിഞ്ഞിട്ട് ഫോഴ്സ് കൊടുത്ത് പിന്നെയും ചെയ്യും. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇയർ ഡ്രമ്മിൽ ചെന്ന് മുട്ടുകയും അവിടെ ഇഞ്ചുറി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇയർ വാക്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ബോഡിയിലെ ഒരു നാച്ചുറൽ ഒരു മെക്കാനിസമാണ്. അതായത് അവിടെ ഉണ്ടാകുന്ന ഗ്ലാൻസ് ഉണ്ട്. നമ്മുടെ ഇയർ കനാലിലെ ഔട്ടർ പാർട്ടിൽ കുറച്ച് ഗ്ലാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ആ ഗ്ലാൻസിൽ നിന്നുള്ള സെക്രീഷൻസ്, അവിടെയുള്ള ഡെഡ് സെൽസ്, ഇതെല്ലാം കൂടെ മിശ്രിതമാണ് ഈ ഇയർ വാക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇയർ വാക്സ് ഇങ്ങനെ അധികമായിട്ടുണ്ടെങ്കിൽ കേൾവി കുറയും. അതെ. അപ്പം നോർമലി ഇത് വെളിയിലോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പം പലരും ഈ ബഡ്സ് ഇടുമ്പോൾ തന്നെ ഈ കുറച്ച് പാർട്ട് വെളിയിലോട്ട് വരികയും ബാക്കിയുള്ളത് അകത്തേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ചില ആളുകളിൽ കൂടുതലായിട്ട് വാക്സ് വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ആദ്യമേ തന്നെ കാണിച്ച് വാക്സ് ഡിസോൾവൻസ് ഉണ്ട്,
വാക്സ് ഡ്രോപ്സ് ഒക്കെ ഉണ്ട്. അത് ഡ്രോപ്സ് ഒഴിച്ച് അതിൽ ലൂസ് ആക്കുക. അപ്പം ചില മിനിമൽ വാക്സ് ആണെങ്കിൽ അതിൽ തന്നെ വെളിയിലേക്ക് വരും. വന്നില്ലെങ്കിൽ ഡോക്ടറിനെ കാണിച്ച് അത് നോക്കി തന്നെ ക്ലീൻ ചെയ്യിപ്പിക്കുക. ബ്ലൈൻഡ് ആയിട്ട് ചെയ്യുന്ന കാരണം നോക്കി തന്നെ ചെയ്യുക. അപ്പം നമ്മുടെ ഒ പി ഡിയിലൊക്കെ എത്ര പേർ ഇയർ ഹോളായിട്ടാണ് വരുന്നത്, ഇയർ ഡ്രമ്മിന് ഹോളായിട്ടാണ് വരുന്നത്. ഡാമേജ് ആയിട്ട് കേൾവി പോയിട്ടാണ് വരുന്നത്. പിന്നെ പലരും അവിടെ ഇഞ്ചുറി ആയിട്ട് ഇൻഫെക്ഷൻ ആയിട്ടാണ് വരുന്നത്. സ്ഥിരം വരുന്നതാണ്. ഒരിക്കലും അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ചെയ്യാതിരിക്കുക. ആദ്യം ഡ്രോപ്സ് ഇങ്ങനെയുള്ള സോളൻസ് ഒഴിച്ച് നോക്കുക. അത് പറ്റിയില്ലെങ്കിൽ കാണിക്കുക തന്നെ ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മുടെ ചെവിയിൽ ഒരിക്കലും ഇപ്പോൾ ഈ ഓൺലൈനിലൊക്കെ ഇത് റിമൂവ് ചെയ്യണ കുറച്ച് ഒബ്സ്റ്റക്കിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓൺലൈനിൽ അവൈലബിളാണ്. അപ്പോൾ അത് ആൾക്കാർ വാങ്ങിച്ചിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് റിമൂവ് ചെയ്യണ ഒരു ട്രെൻഡ് ഇപ്പോൾ കാണുന്നുണ്ട്. അതും ഡേഞ്ചർ തന്നെയാണല്ലേ? ഏതൊരു കാര്യവും നമുക്ക് തന്നെ അനാട്ടമിയോ ബ്ലൈൻഡ് ആയിട്ടോ ചെയ്യുന്നതിന് വരെ എപ്പോഴും സേഫ് രീതിയിൽ ചെയ്യുക. കാരണം ഒരിക്കലും ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം ഒരിക്കലും അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ചെയ്യാതിരിക്കുക. അതന്നെ നമ്മൾ പറയുന്നത്. കുട്ടികളുടെ അലർജിയുടെ കാര്യം പറഞ്ഞത് തന്നെ ഇത് അതിന് കൊടുക്കുന്ന മെഡിസിൻസ് അവർക്ക് ഭയങ്കരമായിട്ട് സെഡേഷൻ ഉണ്ടാക്കുമോ? അത് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? കുട്ടികളിൽ ആക്ച്വലി സാധാരണയായിട്ട് ആൻറ്റി ഹിസ്റ്റമിൻസ് കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ ആക്ച്വലി ആൻറ്റി ഹിസ്റ്റമിൻസ് അധികം ലോങ് ടൈം ആയിട്ട് കൊടുക്കാറില്ല. കാരണം അത് ഒരു പരിധിവരെ സെഡേഷൻ ബാധിക്കാറുണ്ട്. പിന്നെ ലോങ് ടൈം ആയിട്ട് മാസങ്ങളായിട്ട് ഉപയോഗിക്കുന്നവരിൽ ബിഹേവിയറൽ ചേഞ്ചസും വരാറുണ്ട്. ചിലവർക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് സിൻഡ്രോം ഒക്കെ വരാറുണ്ട്. അതായത് അവർ ഹൈപ്പർ ആക്റ്റീവ് ആകും. അങ്ങനെയുള്ള ചില ഇതും സ്റ്റഡീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് ലോങ് ടൈം ആയിട്ട് അങ്ങനെ നമ്മൾ പ്രിഫർ ചെയ്യാറില്ല. ഈ നമ്മുടെ അലർജിക്ക് ഈ നാട്ടുവൈദ്യം അങ്ങനെ ഒറ്റമൂലി അങ്ങനെയൊക്കെ ചെയ്താൽ ഇത് പ്രോപ്പറായിട്ട് മാറുമോ, അല്ലെങ്കിൽ വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ടോ? എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? നാട്ടുവൈദ്യത്തെ പറ്റി എനിക്കധികം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുത്ത് മാറുന്നത് പോലെ തന്നെ മറ്റു രീതിയിൽ മാറാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും മാറിയതായിട്ടുള്ള തെളിവുകളുണ്ടോ? അതാണ് ഞാൻ ആക്ച്വലി അലർജി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ഇമ്മ്യൂൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് അലർജി എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ അലർജി എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നുള്ള ഒരു അലർജി നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുമ്പോൾ അതിനെതിരെയുള്ള റിയാക്ഷനാണ്. അതായത് ഇമ്മ്യൂൺ മെക്കാനിസമാണ്. അപ്പം അത് ഒരിക്കലും അങ്ങ് കംപ്ലീറ്റ് ക്യൂർ ആണെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ക്യൂർ ആവത്തില്ല. പക്ഷെ നമുക്കത് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. അപ്പം കാരണം ഈ ഒറ്റ ഡോസ് മെഡിസിൻ കൊണ്ട് ഇത് കംപ്ലീറ്റ്ലി മാറി എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ അതൊരു റിലേറ്റ് ചെയ്യാൻ നമ്മളുടെ മെഡിക്കൽ സയൻസിൽ അങ്ങനെ പറ്റത്തില്ല. കാരണം ഇത് അങ്ങനെയുള്ള ഒരു മെക്കാനിസം അല്ല. നമ്മുടെ ഇമ്മ്യൂണിറ്റി റിയാക്ഷൻ നമ്മൾ ട്രീറ്റ്മെന്റിൽ കൂടെ നമ്മൾ അതിന്റെ സെൻസിറ്റിവിറ്റി കുറയ്ക്കുകയാണ്. അലർജിനുള്ള സെൻസിറ്റിവിറ്റി കുറച്ച് ആ റിയാക്ഷൻ കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് പെട്ടെന്ന് കേൾവി നഷ്ടമാകുന്ന ഒരു പ്രവണതയുണ്ട്. എന്താണ് പെട്ടെന്നുള്ള കേൾവിക്കുറവിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? അതെ, ചില ആളുകൾക്ക് ഈ നമ്മുടെ ന്യൂസ് പേപ്പറിൽ തന്നെ ഉണ്ടായിരുന്നു ഇടിമിന്നലേറ്റതിന് ശേഷം കേൾവി പോവുക. അതുപോലെ തന്നെ ആ പടക്കം പൊട്ടിച്ചതിന് ശേഷം കേൾവി പോകാറുണ്ട്. അപ്പം ആദ്യമേ തന്നെ കേൾവിക്കുറവ് തന്നെ രണ്ട് തരമുണ്ട്. ഒന്ന് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്, രണ്ടാമത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. അപ്പം കണ്ടക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വെളിയിൽ നിന്ന് സൗണ്ട് വേവ്സ് ചെന്ന് ഉള്ളിലോട്ട് ചെന്ന് ഇയർ ഡ്രം വരെ പോകുന്ന പാത്വേയാണ് കണ്ടക്റ്റീവ് എന്ന് പറയുന്നത്, മിഡിൽ ഇയർ വരെ ചെല്ലുന്നത്. അതിനുശേഷം കേൾവിയുടെ ഞരമ്പിന് ബ്രെയിനിലോട്ട് ചെല്ലുന്ന ആ പാത്വേയാണ് സെൻസറി ന്യൂറൽ പാത്വേ എന്ന് പറയുന്നത്. ഞരമ്പിന് കേൾവിയുടെ ഞരമ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പം ഇങ്ങനെയുള്ള ഈ ഹൈ ലൗഡ് സൗണ്ട്, പടക്കം പൊട്ടിക്കുന്ന ഇങ്ങനെയുള്ള സൗണ്ടുകൾ മെയിനായിട്ടും ബാധിക്കുന്നത് നമ്മളുടെ സെൻസറി ന്യൂറൽ പാത്വേ, നമ്മുടെ ഞരമ്പിനെയാണ് ബാധിക്കുന്നത്. ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ഇങ്ങനെയുള്ളവരിൽ കേൾവിയെ ബാധിക്കാറുണ്ട്, ഹൈ ലൗഡ് സൗണ്ട് എക്സ്പോഷർ ഉള്ളവർ. അപ്പം അതാണ് ഈ പെട്ടെന്നുണ്ടാകുന്ന കേൾവിക്കുറവ്. അപ്പോൾ അതൊരു എമർജൻസിയാണ് ആക്ച്വലി. കാരണം പലരും അത് വെച്ചുകൊണ്ടിരിക്കും. കേൾവി കുറഞ്ഞ ഒരു പടക്കം പൊട്ടിച്ചതിന് ശേഷം കേൾവി കുറഞ്ഞിട്ട് അത് ആക്ച്വലി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 72 hours തന്നെ കാണിച്ചിരിക്കണം. അങ്ങനെ കാണിച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആവുന്നതാണ്. ഇത് ഒരു 1 week ശേഷം കാണിക്കുകയാണെങ്കിൽ കുറച്ച് ഡാമേജ് ചിലപ്പോൾ പെർമനൻ്റ് ആവാൻ തന്നെ ചാൻസ് ഉണ്ട്. സമയം കൂടുന്നവരും ചാൻസ് കൂടും, കേൾവി പെർമനൻ്റ് ആവാനുള്ള ചാൻസ് കൂടും കേൾവിക്കുറവ്. അതുപോലെ ഈ ചെറിയ കുട്ടികളുടെ ആണെങ്കിലും വലിയ ആളുകളുടെ ആണെങ്കിലും ചെവിയിൽ ഈച്ച പോയി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണി പോയി എന്നൊക്കെ ഇങ്ങനെ, അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട്? അത് തന്നെ പുറത്തേക്ക്, ചില ആളുകൾ പറയണൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങി പൊക്കോളും, ഒന്നും ചെയ്യണ്ട, അങ്ങനെ തന്നെ വെച്ചാൽ മതി. പിന്നെ ചില ആളുകൾ എണ്ണ ചൂടാക്കി ഒഴിക്കുന്ന കാണാം, പിന്നെ വെള്ളം ഒഴിക്കുന്ന കാണാം. അതൊക്കെ മോശമായിട്ടല്ലേ ബാധിക്കുള്ളൂ? ആക്ച്വലി ഇപ്പം നമുക്കിപ്പം വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് ആദ്യമേ തന്നെ ഒന്ന് ബ്ലൈൻഡായിട്ട് ഇടാതിരിക്കുക, ഒരു വസ്തു ഇടാതിരിക്കുക. അതിനെ കൊല്ലാനായിട്ട് നീളമുള്ള കമ്പോ ഈർക്കലോ അങ്ങനെയുള്ള വസ്തുക്കളൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഒരു ജീവിക്ക് അനക്കം ഉണ്ടെങ്കിൽ ആദ്യമേ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇളം ചൂടുവെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓയിലായിട്ടൊന്ന് ഒഴിക്കാം.
അപ്പോൾ അത് ഈ ജീവി അവിടെ അത് തന്നെ അത് ചത്തു ഈ ചെറിയ ചൂടുള്ള ഓയിലാണോ ചെറിയ ഇളം ചൂട് ഒഴിക്കാം, അല്ലെങ്കിൽ സാധാരണ ഓയിൽ ഒഴിക്കാം, അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളം ഒഴിക്കാം. ഒഴിക്കാം? ഇത് ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് ചത്തു പോകുന്നു, അതിൻ്റെ അകത്ത് തന്നെ അത് ചത്തു പോകും. ഒരിക്കലും അനക്കം നിന്നാൽ പിന്നെ പേടിക്കാനില്ല, അത് എമർജൻസി ഒന്നുമില്ല, പിന്നെ നെക്സ്റ്റ് ഡേ ഒന്ന് കാണിച്ചാലും മതി. അപ്പം നമ്മളത് ഒപ്പിടിയിൽ വെച്ച് തന്നെയാണ് അത് എടുക്കുന്നത്, നോക്കിയിട്ടാണ് എടുക്കുന്നത്. പക്ഷേ വേറെ ഒരു സംഭവം വെറും പച്ചവെള്ളം ഒഴിക്കാൻ പാടുള്ളതല്ല. ചിലപ്പോൾ അത് ഒഴിക്കുമ്പോഴായിരിക്കും ഈ അനക്കമില്ലാതിരിക്കാൻ ജീവി ചിലപ്പോൾ പിന്നീട് അത് കൂടുന്നത്. അങ്ങനെ കൂടും, അങ്ങോട്ടും ഇങ്ങോട്ടും അത് അനങ്ങുമ്പോഴാണ് ഒരിക്കലും ഒഴിക്കരുത്. പച്ചവെള്ളം അതേപോലെ ഇറിറ്റേഷൻ ഒഴിക്കുമ്പോഴേ ഒരു പക്ഷേ ഇത് അനങ്ങി ബാക്കിയുള്ള ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇയർ ഡ്രം ഉൾപ്പെടെ ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. വേറൊരു വസ്തു ഇടുമ്പോൾ ചിലപ്പോൾ അത് ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്, ഇളം ചൂടുവെള്ളമോ അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ എണ്ണയോ അതേപോലുള്ള എണ്ണ ഒഴിച്ച് നോക്കാം. അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്സിൻ്റെ ഡ്രോപ്സ് തന്നെ കിട്ടും. വാക്സിൻ്റെ ഡ്രോപ്സ് മെഡിക്കൽ സ്റ്റോർ അത് തന്നെ ഒഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അത് അനങ്ങാതാവും. അതൊരു എമർജൻസി അല്ല, അത് അനക്കമായാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്കത് എടുക്കാം. പലരും പേടിക്കുന്നത് ഉള്ളിലോട്ട് എവിടെയെങ്കിലും പോകുമെന്നാണ് പലരും ചോദിക്കുന്നത്. അങ്ങനെ ഒന്നും പോകത്തില്ല, അതാണ് അത് അറിയേണ്ടത്. ക്ലോസ് ആണ്. അവിടെ ഇയർ ഡ്രം ഉണ്ട്, അതിനെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ അത് ഹോൾ ഉണ്ടാവത്തില്ല, അത് അവിടെ തന്നെ ആദ്യം അനക്കാതാക്കുക. അതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതി. നമുക്ക് വളരെ വ്യത്യസ്തമായ അറിവുകളാണ് ഡോക്ടർ ഇതിലൂടെ പറഞ്ഞു തന്നത്. ഒരുപാട് നന്ദി. താങ്ക് യു.